നമുക്ക് ഇന്ന് ഒരു ഉള്ളിക്കറി ഉണ്ടാക്കിയാലോ? അടിപൊളിയാവില്ലേ? അപ്പൊ ഇന്നത്തെ റെസിപ്പിയാണ് ഉള്ളിക്കറി. അപ്പൊ സമയം കളയേണ്ട, വീഡിയോയ്ക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ റെസിപ്പി കൊണ്ട് 3 പേർക്കുള്ളതാണ് തയ്യാറാക്കാൻ പറ്റുന്നത്. ഒരു 200 ഗ്രാം നമ്മുടെ ഉള്ളി, അതിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്യാം. അതിലേക്ക് ഉപ്പ് 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾ 1/2 ടീസ്പൂൺ, ക്യുമിൻ 1/2 ടീസ്പൂൺ എല്ലാം കൂടി മിക്സ് ചെയ്യാം. പിന്നെ ആ പുറത്തുള്ള മിക്സുകളുണ്ടല്ലോ, അത് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് തള്ളി കയറ്റി വെച്ചേക്കാം. ഇതേപോലെ നമ്മൾ നാലായിട്ട് കട്ട് ചെയ്തില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ആ സ്ലിറ്റിലേക്ക് അങ്ങോട്ട് ചേർത്ത് വെച്ചേക്കാം. അത് കഴിഞ്ഞ് സൈഡിലേക്ക് കണ്ട് വെച്ചു. ഒരു പാത്രത്തിലേക്ക് 1/3 കപ്പ് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് കടുക് 1 ടീസ്പൂൺ, അത് പൊട്ടിക്കഴിയുമ്പോൾ ക്യുമിൻ സീഡ് 1 ടീസ്പൂൺ, അതങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ സബോള ഒരെണ്ണം ചോപ്പ് ചെയ്തത്, ഇഞ്ചി കുറച്ച്, പിന്നെ വെളുത്തുള്ളി സ്ലൈസ് ചെയ്ത് ഒരു 6 എണ്ണം, കുറച്ച് കറിവേപ്പില. അത് നല്ല സോഫ്റ്റും ട്രാൻസ്പെറൻ്റ് ആയി കഴിയുമ്പോൾ 5 മിനിറ്റ് എടുക്കും. അതിൻ്റെ ഉള്ളിലേക്ക് മഞ്ഞൾ 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, ക്യുമിൻ 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, അതെല്ലാം കൂടി ഇട്ടൊരു 3-4 മിനിറ്റ് അങ്ങ് ഇടുക. അത് കഴിഞ്ഞൊരു 1.5 കപ്പ് നമ്മുടെ തക്കാളിയുടെ പ്യൂരെ അടിക്കുക. അതും മിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളച്ചിങ്ങോട്ട് വരും. അതിൻ്റെ ഉള്ളിലേക്ക് 1/4 കപ്പ് തൈര് അങ്ങോട്ട് ചേർക്കാം. അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആ ഉള്ളി, ചുവന്നുള്ളി അതെടുത്തു ഇട്ടേക്കാം. പിന്നെ ക്യാപ്സിക്കം വലിയ ഡൈസായിട്ട് കട്ട് ചെയ്ത് വരാം ഇട്ട് അതങ്ങോട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം അങ്ങോട്ട് തിളച്ചേക്കണം. അത് കഴിഞ്ഞാൽ തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് മേത്തി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തേക്കാം. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് കഴിച്ചേക്കാം. ലച്ചാപ്പുറയുടെ കൂടെ ആയിക്കോട്ടെ ഇന്നത്തെ ദിവസം. ഉള്ളിക്കറി റെഡി ആയിട്ട് ഉള്ളിക്കറി ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ. ഞാനിന്ന് നമ്മുടെ മസാല പൊറോട്ട ഇല്ലല്ലോ, ലച്ച, അതിന്റെ കൂടെ ട്രൈ ചെയ്യണേ. ആദ്യം തന്നെ കറി ഒന്ന് ഒറ്റയ്ക്ക് നോക്കാം. ഉള്ളി ഒന്ന് നോക്കിയേ. സോഫ്റ്റ് ആണ്. ഉള്ളിക്കൊക്കെ മസാല കറങ്ങിട്ടേ കിട്ടും. അതിന്റെ പൊറോട്ടയുടെ കൂടെ ഒന്ന് പിടിച്ചോട്ടെ. കിട്ടു ഒന്നും പറയേണ്ട കാര്യം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തോട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ, ഒന്ന് കമന്റ് ചെയ്തേക്കണേ. പിന്നെ എനിക്കൊരു കുഞ്ഞു സപ്പോർട്ട്, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണേ. ഓക്കെ, സീ യു വിത്ത് ന്യൂ വീഡിയോ. ബൈ.